ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ യൂട്യൂബിൽ ധാരാളം വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നു, എന്നാൽ നിങ്ങൾ പ്രതീക്ഷിച്ച വ്യൂസും സബ്സ്ക്രൈബേഴ്സും കിട്ടുന്നില്ലേ? എങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഞാനിവിടെ പറയുന്ന ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾ നിങ്ങളുടെ ചാനൽ ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഓൺ ചെയ്യുക. എന്താണ് സെറ്റിങ്സ് എന്ന് പറയുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആദ്യം തന്നെ നിങ്ങൾ YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക. ശേഷം മുകളിൽ പ്രൊഫൈൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ചാനൽ നെയിമിൻ്റെ അടുത്തായിട്ട് പെൻസിൽ ഐക്കൺ കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. ഏറ്റവും താഴെയായിട്ട് ഹോം ടാബ് എന്ന് കാണാൻ സാധിക്കും, അവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പം മറ്റൊരു പേജിൽ ഹോം ടാബ് ഫോർ യു ഈ രണ്ട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അത് രണ്ടും ഓഫ് ആണെങ്കിൽ ഓൺ ചെയ്ത് വെക്കുക. ഞാനിവിടെ എൻ്റെ ചാനലിൽ ഈ സെറ്റിങ്സ് ഓണാക്കിയിട്ടുണ്ട്. ഈ സെറ്റിങ്സ് ഓണാക്കിയാൽ മാത്രമേ നമുക്ക് ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ലഭിച്ച വീഡിയോകൾ ഹോം ടാബിലൂടെ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുകയുള്ളൂ. ഇങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു വ്യൂവർ അല്ലെങ്കിൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമ്മുടെ ചാനലിലോട്ട് കയറുന്ന സമയത്ത് അവർക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ലഭിച്ച വീഡിയോസാണ്. ഇങ്ങനെ വാച്ച് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഒരു വ്യൂവർ അല്ലെങ്കിൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമ്മുടെ ഹോം ടാബിലൂടെ റെക്കമെൻഡ് ചെയ്യുന്ന വീഡിയോസ് കാണാനായിട്ട് ഇടയാകും. അങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും വർദ്ധിക്കാനിടയാവുകയും നമ്മുടെ ചാനൽ റീച്ച് ആവുകയും ചെയ്യും. ഇനി ഞാൻ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സെറ്റിങ്സാണ്. പലരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു സെറ്റിങ്സാണിത്. ഫോറിൻ്റെ താഴെയായിട്ട് മോർ സെറ്റിങ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ശേഷം ഇതുപോലൊരു പേജ് ഓപ്പൺ ആയി വരും. അവിടെ വീഡിയോസ്, ഷോർട്സ്, ലൈവ് സ്ട്രീംസ് ഇതെല്ലാം ഓൺ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ഓൺ ചെയ്താൽ മാത്രമേ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ്, ഷോർട്സ്, ലൈവ് സ്ട്രീംസ് ഇതിനൊക്കെ ഹോം ടാബിലൂടെയുള്ള യൂട്യൂബിൻ്റെ റെക്കമെൻഡേഷൻ ലഭിക്കുകയുള്ളൂ. അതിൻ്റെ താഴെയായിട്ട് റീസെൻസി എന്ന് കാണാൻ സാധിക്കും. തൊട്ട് താഴെ ഓൾ കണ്ടൻറ്റ് എന്ന് കാണാൻ സാധിക്കും. ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ഓൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോസ്, ഷോർട്സ്, ലൈവ് സ്ട്രീംസ് ഒക്കെ ആയിരിക്കും യൂട്യൂബ് ഹോം ടാബിലൂടെ റെക്കമെൻഡ് ചെയ്യുന്നത്. തൊട്ട് താഴെ റീസെൻറ്റ് കണ്ടൻറ്റ് ഓൺലി എന്ന് കാണാൻ സാധിക്കും. ഈ ഒരു ഓപ്ഷനാണ് നിങ്ങൾ ഓൺ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് 12 മന്ത്സിൽ അപ്ലോഡ് ചെയ്ത വീഡിയോസ്, ഷോർട്സ്, ലൈവ് സ്ട്രീം ഒക്കെ ആയിരിക്കും യൂട്യൂബ് ഹോം ടാബിലൂടെ റെക്കമെൻഡ് ചെയ്യുന്നത്. ഞാനിവിടെ ഓൾ കണ്ടൻറ്റ് എന്ന ഓപ്ഷനാണ് എനേബിൾ ചെയ്യുന്നത്. കാരണം എപ്പോഴും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണ്ടൻറ്റ് നമ്മുടെ വ്യൂവേഴ്സിലേക്ക് എത്തുമ്പോഴായിരിക്കും നമ്മുടെ ചാനലിൻ്റെ റീച്ചിന് ഏറ്റവും നല്ലത്. ഏറ്റവും താഴെയായിട്ട് യൂട്യൂബ് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ 10ൽ കൂടുതൽ വീഡിയോസും ഷോർട്സും അപ്ലോഡ് ചെയ്താൽ മാത്രമേ ഫോർ യു സെക്ഷൻ നിങ്ങൾക്ക് ഓൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പലരുടെയും ചാനലിൽ ഈ ഒരു സെറ്റിങ്സ് ബൈ ഡിഫോൾട്ട് ഓൺ ആയിരിക്കും. ഓൺ അല്ലെങ്കിൽ തീർച്ചയായും ഓൺ ആക്കി കൊടുക്കുക. ഇത് നമ്മുടെ ചാനലിൽ ചെയ്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സെറ്റിങ്സ് ആണ്. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു സെറ്റിങ്സ് എങ്ങനെയാണ് ഓൺ ചെയ്യേണ്ടതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.